ഇപ്പം ലോകത്തെ എല്ലായിടത്തും വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ്. എവിടെ നോക്കിയാലും, ടി വി നോക്കിയാലും ഫോൺ നോക്കിയാലും എല്ലായിടത്തും ചർച്ചാ വിഷയം യുദ്ധമാണ്. അപ്പം ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ന്യൂസുകൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്നൊരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട്, ക്രോട്ടിസോൾ എന്ന് പറയും. ക്രോട്ടിസോൾ റിലീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുകയും നമ്മുടെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് 4 ഹാപ്പി ഹോർമോൺസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയെന്ന് അറിയും? ഇത് റിലീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുകയും നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാപ്പി ഹോർമോൺസ് ആണ്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡോപ്പമൈൻ. ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു റിവാർഡ് കെമിക്കലാണ്. നമ്മൾ എന്തെങ്കിലും ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക, ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ ഡോപ്പമൈൻ റിലീസ് ആവും. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യം ലേൺ ചെയ്യുന്നതിലൂടെ ഡോപ്പമൈൻ റിലീസ് ആവും. അൺഹെൽത്തി ആയിട്ടുള്ള ഡോപ്പമൈൻ ഉണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെ, ആൽക്കഹോള്, ഡ്രഗ്സ്, സ്മോക്കിംഗ് ചെയ്യുന്നതിലൂടെ അൺഹെൽത്തി ആയിട്ടുള്ള ഡോപ്പമൈൻ റിലീസ് ആവും. മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഹെൽത്തി ഡോപ്പമൈൻ റിലീസ് ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിറ്റോസിനാണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രണയത്തിലാവുമ്പോൾ റിലീസ് ചെയ്യുന്നൊരു കെമിക്കലാണ്. ഇതിൽ ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരാൾ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും, ഒരു പോസിറ്റീവ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഒരു ഹോർമോൺ റിലീസ് ആവും. നിങ്ങളുടെ ഒരു ട്രൂ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഫാമിലിയോട് സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ ഈ ഒരു ലവ് ഹോർമോൺ റിലീസ് ചെയ്യും. ഇതൊരു ട്രസ്റ്റ് ആൻഡ് ബോണ്ട് കെമിക്കലാണ്. അടുത്തതെന്ന് പറയുന്നത് സെറോട്ടോണിനാണ്. സെറോട്ടോണിനാണ് നിങ്ങളുടെ മൂഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ സൺലൈറ്റ് കൊള്ളുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഇത് റിലീസ് ആവും. എക്സസൈസ് ചെയ്യുന്നതിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ നേച്ചറിൽ നടക്കുമ്പോഴും ഇതെല്ലാം റിലീസ് ചെയ്യും. അടുത്തെന്ന് പറയുന്നത് എൻഡോർഫിനാണ്. എൻഡോർഫിൻ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് ഒരു പെയിൻ കില്ലറാണ്. ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻഡോർഫിൻ റിലീസ് ആവും. ഒരുപാട് കോമഡി സീൻ കാണുന്നതിലൂടെ എൻഡോർഫിൻ റിലീസ് ആവും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. 1-2 ബൈറ്റ് ഓഫ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ എൻഡോർഫിൻ റിലീസ് ചെയ്യും. എക്സസൈസ് ചെയ്യുന്നതിലൂടെ റിലീസ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. നമുക്കറിയാം, യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ പുറമേ നടക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ കയ്യിലല്ല. നമ്മുടെ ഉള്ളിലൊരു യുദ്ധം നടക്കുന്നുണ്ട്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.